ഗസയിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? എത്ര പേർക്ക് പരിക്കേറ്റു? എന്താണ് അവിടെ സംഭവിക്കുന്നത്? വെടിനിർത്തൽ കരാർ സമ്പൂർണ്ണമായി അവസാനിപ്പിച്ചോ? ഗസയിലുടനീളം വ്യോമാക്രമണം കടുപ്പിച്ച് നാശം വിതച്ച ഇസ്രായേൽ ഇപ്പോൾ ഭാഗികമായി കരയാക്രമണം ഉൾപ്പെടെ തുടങ്ങിയിരിക്കുകയാണ്. തെക്ക് വടക്ക് ഗസയെ കീറിമുറിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ നിയന്ത്രണം തിരികെ പിടിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗസയുടെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ചൊവ്വാഴ്ച നടത്തിയ ആക്രമണത്തിൽ മാത്രം 183 കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം 436 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് നിലവിലെ ആക്രമണങ്ങൾ. ഗസയിലെ വംശഹത്യയ്ക്ക് പുറമെ ഹമാസിന്റെ സാന്നിധ്യമില്ലാത്ത വെസ്റ്റ് ബാങ്കിലും കടുത്ത ആക്രമണങ്ങളാണ് ഇസ്രായേലി സൈന്യം നടത്തിവരുന്നത്. സാധാരണക്കാർ അഭയം തേടുന്ന കെട്ടിടങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപ് യാതൊരു മുന്നറിയിപ്പും നൽകുന്നില്ല എന്ന പഴയ തന്ത്രം ആവർത്തിക്കുന്നുമുണ്ട്. ഇത് കാടത്തമാണെന്നും ഉടൻ അവസാനിപ്പിക്കണമെന്നും ലോകരാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇസ്രായേൽ നിരവധി കാരണങ്ങളാണ് ന്യായങ്ങളായി നിർത്തുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ആക്രമണം പുനരാരംഭിച്ചതിന് പറയുന്ന പ്രധാന അവകാശവാദം. ഹമാസ് വീണ്ടും ആയുധം സജ്ജീകരിച്ച് പുതിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടെന്നും വാദിക്കുന്നുണ്ട് ഇസ്രായേൽ. എന്നാൽ യുദ്ധം അവസാനിപ്പിച്ച് ഗസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട 59 ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കാനുള്ള രണ്ടാം ഘട്ട ചർച്ചകളിൽ സ്വയം പിന്മാറാൻ ഇസ്രായേൽ നേരത്തെ തീരുമാനമെടുത്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ പിന്തുണയോടെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിൽ ഇല്ലാത്ത പുതിയ ഉപാധികൾ ഉൾപ്പെടുത്തിയായിരുന്നു ഇസ്രായേലും അമേരിക്കയും ചർച്ച അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത്. ഏകപക്ഷീയമായ ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഹമാസ് അംഗീകരിക്കുന്നില്ല എന്ന പേരിൽ മാർച്ച് 2 ഗസയിലേക്ക് സഹായം എത്തുന്നത് ഉൾപ്പെടെ ഇസ്രായേൽ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. എല്ലാ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമെന്നാണ് ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് വിശേഷിപ്പിക്കുന്നത്. അപകടകരമായ മാനുഷിക സാഹചര്യവും ഇന്ധനത്തിന്റെ അഭാവവും കാരണം പരിക്കേറ്റവരിൽ പലരും ആശുപത്രികളിൽ പോലും എത്താൻ കഴിയാതെ മരിച്ചു വീഴുകയായിരുന്നുവെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഗസയിൽ 59 ഇസ്രായേലി തടവുകാർ അവശേഷിക്കുന്നുണ്ട്. അതിൽ പകുതിയിൽ താഴെ ബന്ദികൾ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ തടവുകാരുടെ ജീവൻ അപകടത്തിലാക്കിയെന്ന ഹമാസിന്റെ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് ബന്ദികളുടെ ബന്ധുക്കൾ സർക്കാരിനെതിരായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എല്ലാം ബന്ദികൾക്കും പൗരന്മാർക്കും വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് ഇസ്രായേലി സർക്കാരിന്റെ വാദം. പക്ഷേ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ബന്ദികളിൽ പലരും മുൻപ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നെതന്യാഹു തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് വീണ്ടും യുദ്ധം പുനരാരംഭിച്ചത് എന്ന ആരോപണം ഇസ്രായേലിലും ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ അരങ്ങേറിയ ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ അതിന്റെ പ്രതിഫലനമായിരുന്നു. അതേസമയം തനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ഷിൻബത്തിന്റെ തലവൻ റോണൻ ബാറിനെ പുറത്താക്കാനും നെതന്യാഹു ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം നെതന്യാഹുവിന്റെ അധികാരമോഹങ്ങളുടെ ഭാഗമാണെന്ന ആക്ഷേപവും ശക്തമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരും ചോരയും കൊണ്ട് നെതന്യാഹുവിന് നേടാനുള്ളത് തന്റെ അധികാര കസേരയാണ്. അതിന് ഏതറ്റം വരെയും പോകുമെന്ന വാദങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ തെളിവാണ് ഗസയിൽ പൊലിയുന്ന ജീവനുകൾ.